ഇലക്ട്രൽ ബോണ്ട് കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ പുറത്തുവിടണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ബോണ്ടുകളുടെ നമ്പർ പുറത്തു വന്നാൽ മാത്രമേ ഏതൊക്കെ ബോണ്ടുകൾ വഴി ആർക്കൊക്കെ പണം ലഭിച്ചുവെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. സിബി ജോസഫ് ചേരുകയാണ്. സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നമ്പറുകൾ പുറത്തുവിടേണ്ടത് പ്രാധാന്യമെന്ന് പറയുന്നത് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയെന്നുള്ളത് അറിയാൻ വേണ്ടി ഈ സീരിയൽ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സൂചിപ്പിച്ചതുപോലെ 2019 ഇടക്കാല ഉത്തരവ് പ്രകാരമുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അതിൽ തന്നെ വ്യക്തമായിരുന്നു ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയത് BJP ആണെന്ന്. ഇന്നിപ്പോൾ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. എന്ത് പ്രതീക്ഷിക്കാം? അതിന് തീർച്ചയായും ഈ ഇലക്ട്രിക് ബോണ്ടുകൾ പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഈ ആൽഫ ന്യൂമറിക് കോഡ് ആ ഒരു കോഡ് പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായി ഈ ബോണ്ട് ആർക്കൊക്കെ ലഭിച്ചു, ഏതെങ്കിലും ഈ ബോണ്ട് വാങ്ങിച്ച കോർപ്പറേറ്റിൽ നിന്നും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഈ ബോണ്ടിൻ്റെ പണം ലഭിച്ചതെന്ന് കൃത്യമായി വിവരങ്ങൾ ലഭ്യമാകൂ. ഇതുവരെയും SBI ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടില്ല. ഈ ബോണ്ടിൻ്റെ വിവരങ്ങളും അതോടൊപ്പം തന്നെ ഈ പണം കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങളും തുകയും അല്ലാതെ ഇവ തമ്മിൽ ഒത്തുചേർന്നുള്ള സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിവരങ്ങളല്ല SBI കൈമാറിയത്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു അഭിഭാഷകരായ സുപ്രീം കോടതിയിൽ അഭിഭാഷകരായ കപിൽ സിബലും പ്രശാന്ത് ഭൂഷണും വ്യക്തമാക്കിയത് SBI ഈ ഒരു നമ്പറുകൾ നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന് ഈ DY ചന്ദ്രയുടെ അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് SBIക്ക് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ഈ നമ്പറുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു വിശദീകരണം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഈ നമ്പർ കൈമാറുന്നത് സംബന്ധിച്ചല്ല നിലയും വിശദീകരണം ഇന്ന് സുപ്രീം കോടതിയിൽ നൽകുകയും ചെയ്യും. എന്തായാലും ഈ നമ്പറുകൾ പുറത്തുവിടുന്ന ആവശ്യം തന്നെയാണ് ഹർജിക്കാർ ഈ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ നമ്പറുകൾ കിട്ടിയാൽ മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ആർക്കൊക്കെ ഏതൊക്കെ കോർപ്പറേറ്റ് ഭീമന്മാരിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നേരിട്ട് പണം നൽകിയെന്ന് കൃത്യമായി ലഭ്യമാകും. എന്നാൽ ഈ ഒരു ആൽഫ ന്യൂമറിക് കോഡുകൾ ഇതൊരു അൾട്രാവയലറ്റ് രശ്മി കടത്തിവിട്ടാൽ മാത്രമേ ഇതുവഴി കാണാൻ കഴിയുന്നില്ല നിലയും SBI കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും ഇത് സംബന്ധിച്ച വിശദീകരണം കൃത്യമായി നൽകാനാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഈ ഒരു കേസ് ആദ്യം തന്നെ ഈ ഒരു കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രയുടെ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പുറത്തുവിട്ട രേഖകളെല്ലാം തന്നെയും അപൂർണമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർജിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ ഈ ബാക്കിയുള്ള രേഖകൾ അതായത് 2018 മുതൽ 2019 ഏപ്രിൽ 12 വരെ രേഖകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ മുദ്രവെച്ച രേഖകളുടെ വിവരങ്ങൾ ഇന്നലെ വൈകിട്ടോടെ പുറത്തു വരികയും ചെയ്തിരുന്നു. നമുക്കറിയാം ആ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ വീണ്ടും BJPക്ക് ലഭിച്ച തുകയുടെ ഈ ഒരു എണ്ണം വർദ്ധിക്കുന്ന തുക വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള 50% തുകയും BJPക്കാണ് ലഭിച്ചതെന്ന് ഈ ഒരു കണക്കുകൾ വഴി കൃത്യമായി ലഭ്യമാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇന്നലെ പുറത്തു വന്ന കണക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ 2017, 2018 സാമ്പത്തിക വർഷത്തിൽ മാത്രം BJPക്ക് 500 ബോണ്ടുകൾ വഴി 210 കോടി രൂപയാണ് ലഭിച്ചത്. 2018, 2019 സാമ്പത്തിക വർഷത്തിൽ 1450 കോടി രൂപയും ലഭിച്ചു. അത് മാത്രമല്ല 2019 BJPയുടെ രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ആ അധികാരത്തിൽ കയറി 2019 മാത്രം 2555 കോടി രൂപയുടെ ബോണ്ട് BJPക്ക് മാത്രമായി ലഭിച്ചു. അങ്ങനെ ഏകദേശം 8000 കോടി രൂപയോളമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി BJP സമാഹരിച്ചതെന്ന് കൃത്യമായ കണക്കുകൾ ലഭിച്ചിരുന്നു. ഇനിയിപ്പോൾ അറിയേണ്ടത് ഏതൊക്കെ കോർപ്പറേറ്റ് ഭീമന്മാരിൽ BJPക്ക് നേരിട്ട് പണം ലഭിച്ചു എന്നുള്ളതാണ്. അത് കൃത്യമായി അറിയണമെങ്കിൽ ഈ ഒരു ആൽഫ ന്യൂമറിക് കോഡ് അല്ലെങ്കിൽ ഈ നമ്പറുകൾ കൃത്യമായി അറിയണം. ഈ നമ്പറുകൾ ഇപ്പോഴും SBI മറച്ചു വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് ചില സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അല്ലെങ്കിൽ ടെക്നിക്കൽ വശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് ഇപ്പോഴും പുറത്തുവിടാത്തത്. ഏതായാലും എന്തുകൊണ്ടാണ് പുറത്തുവിടാത്ത കൃത്യമായ വിശദീകരണം ഇന്നിപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപാകെ നൽകേണ്ടി വരും. ഇന്നിപ്പോൾ രാവിലെ ഈ കേസ് തന്നെ ഈ കേസ് എടുക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ആതിര.